ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ആയിട്ട് ഏകദേശം 1 month ആയില്ലോ. 1 month ആയി ഞങ്ങൾ. പക്ഷേ വീടിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയില്ല. ടൈം കിട്ടിയിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എവിടെയാണ് ചേഞ്ച് ആയത്, അതെ കുറച്ചും കിട്ടുമോ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞങ്ങൾ അപ്ഡേറ്റും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി അല്ലെങ്കിലും ഗ്യാപ്പ് ഇട്ട് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടിടും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിൻ്റെ സൗണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യം തന്നെ പറയാം. ഞങ്ങൾ ഒരു 150 മീറ്റർ മാറ്റത്തിൽ തന്നെയാണ് വീട്. ഞങ്ങളിവിടെ അടുത്ത് തന്നെ ആയിട്ട് നോക്കിയതാണല്ലോ. അത് അപ്പം നമുക്ക് സാധനങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ലോങ് പോകേണ്ടി വരും. വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സമയത്താണെന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലോങ് ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഏരിയ പറയുമ്പോൾ കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വീട് നോക്കിയിട്ട് ഇവിടെ തന്നെ ഇരിക്കാമെന്നൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു വീട് സെറ്റ് ആയി. അതെ, ഞങ്ങൾ പക്ഷേ ഇല്ലേ വീടിന് വേണ്ടിയിട്ട് കുറേ ഞങ്ങൾ അലഞ്ഞിട്ടുണ്ട്. ലാസ്റ്റാണ് ഈ ഒരു വീട് സെറ്റ് ആയത്. എന്നാലും സിംഗിൾ വീട് കിട്ടണമെങ്കിൽ കുറച്ച് വീടാണെങ്കിലും നമുക്ക് നല്ല വീട് കിട്ടണം, കുറച്ച് ടാസ്ക് ആണ്. നല്ല വീട് പറഞ്ഞാൽ വലിയ വീട്, നല്ല പുതിയ വീട് അങ്ങനെയല്ല, കുറച്ചുള്ള ഇത്തിരി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലേ. അതെ, അപ്പം അങ്ങനെയുള്ളൊരു വീട് കിട്ടാൻ ഞങ്ങൾ കുറേ നോക്കി, അടുത്ത് തന്നെ കുറേ വീടുകൾ നോക്കി. നമുക്ക് എന്നിട്ടൊന്ന് സെറ്റായത് ഞങ്ങൾ ചൂസ് ചെയ്തു. അതിലേ അങ്ങനെ ഇപ്പോൾ 1 month ആയി. ഇവിടേക്കൊന്ന് സെറ്റായി വരുന്നുള്ളൂ. നമുക്ക് ആ വീട് പറയുമ്പോൾ സെറ്റായി വന്നതാണ്. സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുണ്ട്. അതിപ്പോ തന്നെ സമയം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വീടൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ അങ്ങനെ ഇട്ടിരിക്കുന്നൊക്കെ ചിലപ്പോൾ ഒതുക്കി വെച്ചുകൂടെ എന്നൊക്കെ തോന്നും. പക്ഷേ ഇപ്പൊ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പറയുന്നത് വീട് ഫുൾ അലങ്കോലമായിരിക്കും. ഞങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല. 1 month ആയി എന്നുകൊണ്ട് കാര്യമില്ല. ആ 1 month ആയതിൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ അമ്മ ഇടയ്ക്ക് വരും. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ സാധനങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നതിലും. അതെ, അപ്പോൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒന്നും പറഞ്ഞൊന്നും ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് മാത്രമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇനി കണ്ടിട്ട് എന്താ കിച്ചൺ എന്താ എങ്ങനെ ഇരിക്കണം, റൂംസ് എങ്ങനെ ഇരിക്കണം എന്ന് ആരും പറയരുത്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് അല്ലേ വീടൊക്കെ ഒന്ന്. അപ്പൊ ഗൈസ് ഫസ്റ്റിന് ഇതാ നമ്മളുടെ ഞാൻ തന്നെ നമ്മുടെ എൻട്രൻസ് ഇതാണ് കേട്ടോ. ഫ്രണ്ടേജ് വരുന്നത്. അതെ, അപ്പോൾ ഇതാണ് ഫ്രണ്ടേജ്. ഇവിടെ നമുക്ക് മെയിൻ പിന്നെ ഞങ്ങൾ വീട് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഗൈസ് ഒരാളുടെ സൗണ്ട് കേൾക്കണ്ട. അല്ലേ, അതൊന്നാമതില്ലേ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വായിച്ച് ആദ്യമായിട്ട് തുറന്നു ഗൈസ്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്റ്റക്ക് ഉണ്ടത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ബെറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടേജ് കേട്ടോ. അതും ഞങ്ങൾ മെയിനായിട്ട് നോക്കും. കാരണം നമ്മൾ കാറുള്ളത് കൊണ്ട് നമുക്ക് വെയിലത്തും ഞാൻ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങണില്ല. അപ്പോൾ അത് നശിക്കണ്ടെന്ന് വെച്ചിട്ട് കാർ പാർക്കിങ് ഞങ്ങൾ മെയിൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവ അതെ, കിണർ ഗൈസ് ഇതാ. അല്ല, അത് ഞാൻ വണ്ടി ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് വെച്ചാൽ മാറ്റും. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ കാര്യമില്ലല്ലോ. അവ മഴക്കാർ പൂച്ചക്കുട്ടികളും അവിടെ വെച്ചു. ലീസനെ ഇവിടെ സെറ്റ് ചെയ്തു. ഒരു പൂച്ചക്കുട്ടി നമ്മളിവിടെ താമസിക്കണമെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറച്ച് പിള്ളേർ വരുന്നു. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അതായത് ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ വന്നാണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒരു പൂച്ചക്കുട്ടി അവർക്ക് കൊടുത്തുട്ടാ. ലിസ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര യൂസിങ് ഇല്ല. എന്നാലും ഇതാ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതെ, പിന്നെ ചിങ്ങനിപ്പോൾ കുളിപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫ്രണ്ട് ഒരു സിറ്റ് ഔട്ടിൽ ഗ്രില്ലായിട്ടാണ് കേട്ടോ വരുന്നില്ല. അവ ഗൈസ് അവിടെ ചിങ്ങട് വാവിച്ചിനെ കണ്ടിട്ട് വാവിച്ചിനെ കണ്ട സൗണ്ട് കണ്ടാലൊക്കെ അങ്ങനെയാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിരുന്നൊരു വീട് പോലെയാണ് ഏകദേശം. അവ ഫ്രണ്ട് ഗ്രില്ല് തോന്നണത്. പക്ഷേ ലൈറ്റ് ഇട്ടോ അപ്പുറത്തെ അതിട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രണ്ട് സിറ്റ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രില്ല്. ഇതൊന്നും ഇതൊക്കെ അലങ്ങോലേക്ക് കിടക്കണ്. ആരും ഒന്നും വിചാരിക്കരുത്. സൗണ്ടി പറഞ്ഞു. ഇതാണ് ഗൈസ് ഹാള്.
ഇങ്ങനെ ഇവിടെ കളിക്കുകയാണ്. അമ്മയുണ്ട് ഗൈസ്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞങ്ങൾ ഒരു റിംഗ് ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഹാള് വരുന്നത്. അവിടത്തെ ഏകദേശം അവിടത്തെ പോലെ തന്നെ ഇവിടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെക്കാൻ പറ്റില്ല. ഒരു മീഡിയം സൈസ് ഉള്ളതൊക്കെ നമുക്കൊന്ന് ഒപ്പിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. ഇടാനാണ് കുറച്ച് ടാസ്ക് ഇട്ടാണ്, കാരണം നമ്മൾ അവിടെ വീടനുസരിച്ചിട്ടാണ് സെറ്റ് മേടിച്ചത്. ഇവിടെ വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് അപ്പൊ നമ്മളിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3+1+1 സെറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്നിട്ടു, പിന്നെ ഇവിടെ ഒന്നിട്ടു, ഇവിടെ 3 ഉള്ളു, ഇവിടെ ഇട്ടുല്ലോ. അവേ സിംഗിടും ഇവിടെ ഒരേ കളി. സിംഗിടോ എന്താണ്? ഏയ് വണ്ടിയിൽ കീ എടുത്തിട്ട് കളിക്കാണ് ഗൈസ്. ഇനിയിപ്പോ നെക്സ്റ്റ് ആവേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം. ചെറിയ ചെറിയ കുട്ടി റൂംസ് ആണ്, ഒരുപാട് വലുതൊന്നുമല്ല. നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം വലിയ റൂമുകളാണ്, പക്ഷെ ഇവിടെ ചെറിയ റൂമുകളാണ്. സ്ഥലമില്ല. അതായത് ഇങ്ങനെയുണ്ടാ സെൽഫ് എന്ന് വെച്ചാൽ നമുക്ക് സെൽഫായിട്ട്, അതായത് നമുക്ക് അലമാര ആയിട്ടില്ല, സെൽഫായിട്ടാണ്. പക്ഷെ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമുക്ക് മുണ്ടൂര് മാത്രം ഡോർ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി വൃത്തി ഉണ്ടായിരുന്നു. ഇല്ല, പിന്നെ ഒന്നാമത് നമ്മൾ പിന്നെ റെന്റിനായതുകൊണ്ട് നമുക്ക് എല്ലാം നോക്കിയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെ മെയിൻ അവിടെ ഉള്ള കട്ടിലും ഞങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കണേ. അതൊന്ന് സെറ്റ് ചെയ്തു ഗൈസ്. ഞങ്ങക്ക് വളകാപ്പിനാണ് നല്ല മാറ്റം വെച്ചു ഗൈസ്. ഗൈസ് അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് റൂമാണ്. ഇതിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കട്ടിലിട്ടു, പിന്നെ ബെഡും അതുപോലെ ഇട്ടു, പിന്നെ നമ്മളുടെ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൺസൈഡിലാണെന്നുണ്ടെങ്കിലും സൺസൈഡ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീതി കുറവാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അത്ര സാധനങ്ങൾ ഒതുങ്ങണില്ല അല്ലേ ബാബേ? പിന്നെ എന്താന്നറിയോ, ഇപ്പൊ ഇവിടെ റൂംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ 2-3 അപ്പൊ പിന്നെ വരുമ്പോ ഫാമിലി ആയിട്ട് അങ്ങനെ ആകുമ്പോ നമുക്ക് 2 റൂമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മതി. അതെ ഗൈസ്, പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട്, സിൽവർ പ്ലേ ബട്ടൺ അടിയിലുണ്ട്, അത് സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അല്ലേ ബാബേ? പിന്നെ ഞങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 3ാമത്തെ റൂമാണ് ഗൈസ്. ഇവിടെ ടോട്ടൽ 3 റൂമാണ് ഉള്ളത്. അതെ, 3ാമത്തെ റൂം നോക്കുക വേണ്ട, റൂമായിട്ട് തോന്നില്ല. അല്ലതാണ്ടോ ഇതാണ് മൊത്തം ഇവിടെ. അതായത് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഒതുക്കാന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ എല്ലാവിടെയും അലങ്കോലൊക്കെ കിടക്കുമല്ലോ അവ. അപ്പൊ അതുകൊണ്ട് നോക്ക് ചിങ്ങടൂന്റെ പുതിയ ഡ്രസ്സുകളൊക്കെയാണ് കിടക്കുന്നുണ്ടല്ലേ. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഒരു സെൽഫിലോ അവ പറഞ്ഞോ എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്, ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അതെ, അതായത് വേണ്ട സാധനങ്ങളൊക്കെ മാക്സിമം വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ കത്തിച്ചു. പിന്നെ കൊടുക്കുന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് സപ്പോസ് എപ്പോഴെങ്കിലും ചേഞ്ച് ആവേണ്ടി വന്നാൽ എന്തായാലും ചേഞ്ച് ആവേണ്ടി വരികയാണെങ്കിലും കുറെ സാധനങ്ങൾ ഒഴിവാക്കണ്ട, പിന്നെ ഒഴിവാക്കാം. അതെ. പിന്നെ ഇവിടെയും നമുക്ക് സൺസൈഡ് വരുന്നു, അപ്പൊ ഇവിടെയും കുറച്ച് സാധനങ്ങൾ കയറ്റണല്ലോ അവ. ഇതൊക്കെ എനിക്ക് കയറ്റാനുള്ളതാണ്. ടൈം വേണം, മെയിൻ ടൈം, അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ടോട്ടൽ 3 റൂം, പിന്നെ ഇവിടെ ഒരു ബാത്റൂം, കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഇല്ല, കോമൺ ആയിട്ട്. ഇത് ഇപ്പൊ ഞാൻ ലൈറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതാണ് ബാത്റൂം വരുന്നത്. കുഴപ്പമില്ല, നല്ല ബാത്റൂമാണ്, സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് ഇതൊരു ഡൈനിങ് ആണ്. ഡൈനിങ് ഇവിടെയും അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ്. ഒന്നും വാഷ് ചെയ്തിട്ടില്ല. ഇവിടെ പിന്നെ നമ്മൾ മിക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ചോറെടുക്കും, അവിടെ ഇവിടെ കഴിക്കും. ഞങ്ങള് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ അവ. പിന്നെ അടുത്ത് നമുക്ക് കിച്ചണിക്ക് പോകാം. മെയിൻ സംഭവം കിച്ചൺ. അതിൽ കൂടെ പോകാൻ പറ്റും, അവിടെയും ഡോറുണ്ട്. ചിക്കൻ വെച്ചിട്ടുണ്ട്, ചിക്കൻ വന്നത്. അപ്പൊ ഇതാണ് കിച്ചൺ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, എന്നാലും നമുക്ക് അടുപ്പും കാര്യങ്ങളും വരുന്നത്. നമുക്ക് അടിയിൽ വിറകുകളിലൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ്. അതെ, ഇപ്പൊ അത്യാവശ്യം കുറച്ച് സംഭവം നമുക്ക് വേണ്ടത് എടുത്തിട്ട് അത്യാവശ്യം ബാക്കിയുള്ള മുകളിൽ ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല.
എല്ലാത്തിനും സമയം. പിന്നെ നമുക്ക് ഗ്യാസ് വെക്കാനുള്ളൊരു സ്പേസ് കൂടെ കേട്ടോ. കുറച്ച് അടിപൊളിയായി തോന്നുന്നു. അതെ, എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസിന്റെ അവിടുത്തെ ഇത് വന്നിട്ട് കുറച്ച് ഹൈറ്റ് കമ്മിയായില്ലേ, അപ്പൊ അതുകൊണ്ട് ഭയങ്കര എടുപ്പ് വേദന. ഗൈസ് അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ കാണിച്ചു ഡൈനിങ്. ഡൈനിങ്ങിന്റെ അവിടേക്ക് വെക്കാം, അവിടെ നിന്ന് കിച്ചണിലേക്ക് വെക്കാം. അതെ, അപ്പൊ ഞാൻ ഇതുവരെ അപ്പുറത്ത് പോയിട്ടില്ല. വാവച്ചി അധികം നടക്കാത്തത് കൊണ്ട്, പിന്നെ ഈ മഴയൊക്കെ വന്നതിന് വാവച്ചി കുറച്ച് പേടി കൂടുതലാണ്. പാമ്പുണ്ടാ, പഴുതാരി ഉണ്ടാ. അവിടെ ഒരു വണ്ട് കിടക്കുന്നു. അപ്പൊ ഗൈസ് ഇതെന്ത് സംഭവം വരാൻ അല്ല, ഇവിടെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതാ ഒരു സ്പേസ് അങ്ങനെ പറയാനുള്ളൂ. അത് ടോയ്ലറ്റ് തന്നെയാണ്. അതായത് ഇന്ത്യൻ ക്ലോസറ്റാ. തുറന്നു. ഇതൊന്നും ഞങ്ങൾ യൂസ് ചെയ്യണില്ല കേട്ടാ. ഇത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യണാണ്. ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഇന്ത്യൻ ക്ലോസറ്റ്. ലൈറ്റ് ഉണ്ട് ഞാൻ തരാം. ഇതാണപ്പോ നെക്സ്റ്റ് ടോയ്ലറ്റ്. വന്നിട്ടില്ല. അപ്പൊ ഇതൊരു സ്പേസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം അയലും കാര്യങ്ങളൊക്കെ കെട്ടി മഴ സമയത്ത് വെയിലിടാന്നേ, തുണിയിടാ. അവിടത്തെ ലൈറ്റ് ഉണ്ട്. ഗൈസ് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഒരു കയറിനോട് ഒരു വാഷ് ബേസ് ഉണ്ട്. പക്ഷെ അത് ഉള്ളിൽ വേണ്ടതാണ്, അത് പുറത്തെത്തി ഗൈസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുളിമുറിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ തിരുമ്പാനും കാര്യങ്ങളൊക്കെ ആയിട്ടും പറ്റില്ല. ടോയ്ലറ്റ് ഇല്ല, ഓൺലി ബാത്റൂം എന്താണ് ഇതിനുള്ളത് മാത്രം. അതെ, ബാക്കിലേക്ക് കുറച്ച് ദൂരം വരെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്താ മെയിൻ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കിച്ചൺ, ഒരു ഡൈനിങ്, 2 ടോയ്ലറ്റും, പിന്നെന്താണ് ഒരു ബാത്റൂം, പിന്നെ അങ്ങനത്തെ സംഭവം. ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കണ വീട്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 3 റൂം. അല്ല, വാവിച്ച് പറഞ്ഞിട്ട് വാവിച്ചെന്ന് ആലോചിക്കുന്നേ, അത് ഞാൻ പറഞ്ഞു. അപ്പൊ 3 റൂം, ഒരു ഹാള്, ഡൈനിങ്, കിച്ചണ്, പിന്നെ അതുപോലെ തന്നെ 3 റൂമിനും കോമൺ ആയിട്ടൊരു ബാത്റൂം. ഇനി പുറത്ത് നമുക്കൊരു ബാത്റൂം, ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. പിന്നെ അതിന് യൂസിങ് കാര്യങ്ങളില്ല, അവിടേക്കൊന്നും പോകില്ല. ഇവിടെ തന്നെ നമ്മൾ യൂസിങ് കാര്യങ്ങളൊക്കെ ചെയ്യലോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ടൊന്ന് സെറ്റായി വരുന്നുള്ളൂ. 1 മന്ത് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഒന്നാമത് കൂടുതൽ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ആണെങ്കിൽ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. പക്ഷെ വീടും ഞാനും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറക്റ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരുപാട് വലിപ്പമുള്ള വീട് വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. നമുക്ക് പിന്നെ വീഡിയോ പർപ്പസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസും അല്ല വീടും കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മുമ്പിരുന്നില്ലേ, അത് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞോ അങ്ങനെ ഒരു ഇതൊന്നും അല്ല. നമുക്ക് കുഴപ്പമില്ലാത്തൊരു തന്നെയാണ്. പിന്നെ ഒന്നാമത് ആ വീട് സെയിലായി. ഇപ്പൊ അവിടെ അപ്സ്റ്റെയർ പണി നടക്കാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ഒന്നാമത് ഞങ്ങൾ ഇത്രയും കാലം ഇരുന്നിട്ടുണ്ടെങ്കിലും ആ ഒരു വീടുമായിട്ട് ഞങ്ങൾ കുറച്ച് അറ്റാച്ച്ഡ് കൂടുതലല്ലേ. പിന്നെ നമുക്ക് ഓണറാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഒരു എന്താ പറയാ, നമുക്കൊരു ഫ്രണ്ടിനെ പോലെയാണ്. അതെ, അതുകൊണ്ട് നമുക്കൊരു റെന്റ് ഹൗസ് എന്നുള്ളൊരു മൈൻഡ് ഇല്ലാതെ നമ്മൾ നല്ല രീതിക്ക് പോയാണ്. പിന്നെ അവര് സെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലോ. അപ്പൊ എന്തായാലും വീട് മാറി. പിന്നെ വാടക വീടിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ദേശാടന പക്ഷികൾ പോലെ വഴിയുള്ളൂ. ഇപ്പോ 11 മാസ കാലയളവിൽ നമുക്കൊരു ഇരിക്കാന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നടക്കും. പക്ഷെ നമുക്ക് ഇനി എപ്പോഴാണ് ഒരു മാസം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് റെന്റ് അടക്കം ഞങ്ങൾ കൊടുത്തു. ഇനി സെറ്റ് ആക്കി എടുക്കാണ്ട് ഗൈസ്. ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോക്ക് വരുമ്പോഴേക്കും അല്ല, ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോക്ക് വരുമ്പോൾ ഞങ്ങളൊന്ന് വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ വിചാരിക്കാം. ഒന്ന് ഒതുക്കാനുണ്ട്, കുറെ ഒതുക്കാനുണ്ട്. ഇനി ഇത് കണ്ടിട്ട് ആരും നെഗറ്റീവായിട്ട് കമന്റും കാര്യങ്ങളും മാക്സിമം എന്താ വെച്ചാൽ ബേബി തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. കാരണം ചിങ്കടോണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു ഇത് പറയട്ടെ ഗൈസ്, രാവിലെ എന്താണ് നല്ല ഉറക്കമായിരിക്കും, രാത്രി ഫുള്ളും ഒണിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ടൈം വളരെ കുറവാണ്. രാത്രി പക്ഷെ നല്ല കൂടുതലാണ്. പക്ഷെ രാത്രിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രാത്രി ടൈം കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് പുറത്തു പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ കുറെ സംഭവം നമുക്ക് രാത്രി ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ ഒരു ടൈം കഴിഞ്ഞ് ഉറക്കം തരും. അതായത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്കാണ് ചിങ്കടവും ഞാനും ഒണിച്ചത്. അതായത് 3 മണി പറയുമ്പോൾ വൈകുന്നേരം 3 മണി. വൈകുന്നേരം 3 മണിക്കാണ് എണിച്ചത്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പുറത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്, മേടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 4-5 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ.
പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയാവും. അതെ, അല്ലേ? രാത്രി അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കുറേ സമയം മിസ്സായി പോകും. വേസ്റ്റ് ആയി പോകും. അതാണ് പ്രശ്നം. എന്തായാലും ഒക്കെ സെറ്റായി വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നല്ലോ. വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കമന്റ് അഭിപ്രായങ്ങൾ ചെയ്യാം. സ്പേസും കാര്യങ്ങളും അങ്ങനത്തെയുള്ള കമന്റ് ചെയ്ത് അല്ലാതെ വൃത്തിയില്ല അത് ഇതൊന്നും കമന്റ് ചെയ്തത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം മുൻകൂട്ടിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് കുറച്ച് പരിമിതികളുണ്ട്, അതിൽ ഞങ്ങൾ ഒതുങ്ങിയിട്ട് കുറച്ചായി സെറ്റ് ചെയ്തിട്ട് പോവാണ്. കാണുന്നവർക്ക് അയ്യോ അയ്യെന്നൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾക്കാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ അറിയുള്ളൂ. പിന്നെ അമ്മ ഇന്നലെ വന്നാണ്. ഇനിയിപ്പോൾ അമ്മ നാളെയോ മറ്റന്നാളെയൊക്കെ ആയിട്ട് അമ്മയും പോവും. പിന്നെ ഞങ്ങൾ 3 പേരായിരിക്കും. അപ്പം എന്തായാലും ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം എന്തായാലും മാക്സിമം ഡെയിലിയൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ കാണാൻ എല്ലാവരും കുറവാണ്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കാണുക ലോവേ. അപ്പം എന്തായാലും ഗൈസ് ചിങ്ങുനൊന്നും കാണിച്ചത്. ഗൈസ് ചിങ്ങുനെ നോക്കിയിട്ടാണ് ഓരോരുത്തർ വീട്ടിൽ വരുന്നത്. ദേഷ്യം വാവിച്ചിന്റെ സൗണ്ട് കട്ട കൂടി വരുവാള്. ബൈ ബൈ പറയണ്ട ഗൈസ്, വായി കൊണ്ട് പറയും ടാറ്റ. ടാറ്റ ടാറ്റ ടാറ്റ.